ഹായ് ഡേയ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. കറിൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ തന്നെ ചൂടോടെ തന്നെ ചായൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. എപ്പോഴും നമ്മൾ ദോശയും അതേപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന സ്നാക്സാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് നല്ല സോഫ്റ്റാട്ടോ അത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമോ എന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പച്ചരി എടുത്ത അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ഉഴുന്നും കൂടെ എടുത്തിട്ടുണ്ട്. ഇതും ഇതേപോലെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തതിന് ശേഷം കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ഉഴുന്നാണ് കേട്ടോ വേണ്ടത്. ഉഴുന്നും അതേപോലെ തന്നെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തതിന് ശേഷം കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പച്ചരി ഇട്ടുകൊടുക്കാം. അതേപോലെ തന്നെ ഇതിലോട്ട് നമ്മൾ ചോറാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചോറ് ഇതേപോലെ തന്നെ 1/2 കപ്പ് ചോറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിയാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചെങ്കിൽ 1/4 കപ്പ് ചോറും അതേപോലെ തന്നെ 1/4 കപ്പ് ഉഴുന്നും കൂടെയാണ് എടുക്കേണ്ടത്. നമ്മൾ 2 കപ്പ് ചോറ് അരി എടുത്തതുകൊണ്ട് തന്നെ 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നും അരച്ചെടുക്കണ്ട. നമ്മൾ ദോശയ്ക്കുള്ള ഒരു മാവുണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് വേണ്ടത്. അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂണ് സോഡപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് സോഡപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇനി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ നന്നായിട്ട് തന്നെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഓരോ കുഴിയിലേക്കും കുറേശ്ശെയായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓരോ കുഴിയിലും ഒരു 1/2 ടേബിൾ സ്പൂണ് ഓയിൽ മതിയാവും കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാ കുഴിയിലേക്കും നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് സമയം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതാ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാതിരിക്കില്ല. മക്കൾക്ക് സ്കൂൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ആരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് ഒന്ന് വന്ന് കട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ല, നന്നായിട്ട് തന്നെ അതിൻ്റെ ഉൾഭാഗമൊക്കെ വേവായി വന്നിട്ടുണ്ട്.
നന്നായിട്ട് തന്നെ ആര് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.